വരുമ്പോൾ നാല് വഴിക്ക് നിന്നും വരും എന്ന് പറഞ്ഞതുപോലെയാണ് ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി അബ്ദു എന്ന 70-കാരന്റെ അവസ്ഥ. 1975 ഖത്തറിലെത്തിയ ഇദ്ദേഹം കഹർമയിൽ ഹെൽപ്പറായി ജോലി നോക്കി വരികയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇതിനു ശേഷം സ്വന്തമായി ചെറിയ ചില ബിസിനസ്സുകൾ ചെയ്ത് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് 6 വർഷം മുൻപ് ഗാനം അൽത്താനി ഹോൾഡിംഗ്സിന്റെ ഉടമസ്ഥതയിലുള്ള 2 വില്ലകൾ വാടകയ്ക്കെടുത്ത് മേൽ വാടകയ്ക്ക് കൊടുക്കാൻ ആരംഭിച്ചത്. ഇതോടെ ഇദ്ദേഹത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. വാടകയ്ക്കെടുത്ത വില്ലകൾ മേൽവാടകയ്ക്ക് കൊടുത്തു കിട്ടുന്ന ലാഭം കൊണ്ട് ഇദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി. തുടക്കത്തിൽ നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്ന ഹോട്ടൽ ക്രമേണ നഷ്ടത്തിലായി. തന്നെ ആശ്രയിച്ചു കഴിയുന്ന ഹോട്ടൽ തൊഴിലാളികളുടെ കുടുംബങ്ങളെ ഓർത്ത് ഹോട്ടൽ പൂട്ടാൻ ഇദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ വില്ലയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഹോട്ടൽ നടത്തുന്നതിനായി ചെലവഴിച്ചു. അതുമൂലം വില്ലയുടെ വാടകടവിൽ വീഴ്ച പറ്റി. വാടക കുടിശ്ശിക കൂടിയതോടെ ഉടമ വില്ല ഒഴിപ്പിച്ചു. പിന്നീട് ഉടമ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതേ തുടർന്ന് റിമാൻഡും തടവ ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു. ഒരു ലക്ഷത്തിന് മേലെ കടനുണ്ടായിരുന്നു. അതിന് 70,000 രൂപ ഞാൻ കെട്ടി. ബാക്കി 44,600 എന്നാണ് പറയുന്നത്. പിന്നെ 3 മാസം ജയിലിൽ കിടന്നു. എന്നിട്ട് അവർ 3 മാസം കഴിഞ്ഞ പുറത്ത് വിട്ടു. പിന്നെ കോടതി വിധിച്ച് 2 കൊല്ലം കേസ് നടന്നു. അങ്ങനെ കേസ് നടന്ന് അവർ പറഞ്ഞു പിന്നെ പൈസ കെട്ടിയിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ തനിച്ചെന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വീടാന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത്ര കാലങ്ങൾ ഞാൻ കെട്ടി നിന്നത്. അങ്ങനെ നോക്കുമ്പോൾ കെട്ടാൻ പറ്റിയില്ല. പിന്നെ വയസ്സായി. പിന്നെ പണി ശരിക്ക് കിട്ടുന്നില്ല. എനിക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം നഷ്ടപ്പെട്ടു. തുണേരി അസ്രഫിനെ പരിചയപ്പെടുത്തുന്ന ഒരാൾ എനിക്ക് ആദ്യം പരിചയമില്ലായിരുന്നു. ഒരാളെ പരിചയപ്പെടുത്തുന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ അസ്രഫിനോട് പറഞ്ഞ ഒരു വർത്തമാനത്തിലിട്ടാൽ നിങ്ങളെ കടബാധ്യതക്ക് കുറേ പരിഹാരം കാണുന്നു. അപ്പം അങ്ങനെ തോന്നിയെന്നെ കണ്ടു. അങ്ങനെ പിന്നെയും പലവരെ കാണാൻ എനിക്ക് മനസ്സനുവദിക്കാതെ ഇരുന്നപ്പോൾ പിന്നെ
എല്ലാവരും എന്നോട് വഴക്ക് പറഞ്ഞ് നിങ്ങൾ പ്രായമായി എന്തുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ പറയണം, എല്ലാവരോടും പറഞ്ഞിട്ട് ഇത്തിരി ആൾക്കാർ പറഞ്ഞു വിടുന്ന പിരിവെടുത്ത് പോകുന്നുണ്ട്. 9 കൊല്ലം കഴിഞ്ഞു 10ാം കൊല്ലത്തിൽ കടുത്തു, നാട്ടിൽ പോയിട്ടില്ല. പിന്നെ മാനസിക ചെറിയ ജോലികൾ ചെയ്യാൻ എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം നശിച്ചു പോയി. അങ്ങനെയുള്ള വിഷമങ്ങളാണ് കൂടുതലുള്ളത്. സാമ്പത്തിക ബാധ്യത തീർക്കാൻ മറ്റ് മാർഗമൊന്നുമില്ലാതെ നാട്ടിലുണ്ടായിരുന്ന ഒരേയിടത്തിൽ നല്ലൊരു ഭാഗവും ഒരു കടമുറിയും വിറ്റ് 60,000 ഖത്തർ റിയാൽ പല തവണയായി തിരിച്ചടച്ചു. തന്റെ നിസ്സഹായാവസ്ഥ വിവരിച്ച് വാടക ഒഴിവാക്കി കിട്ടാൻ കമ്പനിയുടെ ഓഫീസിൽ ഇയാൾ നിരവധി തവണ കയറിയിറങ്ങി. എന്നാൽ ഏറ്റവും ഒടുവിൽ കമ്പനി നൽകിയ വാടക കുടിശ്ശിക നോട്ടീസ് പ്രകാരം 44,600 റിയാൽ ഇയാൾ തിരിച്ചടക്കണം. ഈ തുക അടച്ചാൽ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് കമ്പനിയുടെ നിലപാട്. ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി അലയുന്ന ഈ വൃദ്ധന് ഇപ്പോൾ നാട്ടിലെ വീട് ജപ്തി ചെയ്യാൻ കോടതിയുടെ ഉത്തരവും ലഭിച്ചിരിക്കുന്നു. പ്രമേഹവും രക്തസമ്മർദ്ദവും കടുത്ത കാൽമുട്ടുവേദനയുമായി കഴിയുന്ന ഇയാൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. 10 വർഷം മുമ്പ് കണ്ട ഏകമകൾ ഇപ്പോൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഈ വൃദ്ധൻ മനുഷ്യസ്നേഹികളാരെങ്കിലും തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഖത്തർ കനവുകൾ ഇദ്ദേഹത്തിന്റെ ഈ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സന്മനസ്സുള്ളവർ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തി തന്റെ കുടുംബത്തോടൊപ്പം ശിഷ്ടജീവിതം നയിക്കാൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഖത്തർ കനവുകൾ ആശംസിക്കുന്നു.